എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 19 അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 19 17 മുതൽ അവസാന വാക്യം വരെ. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവീൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിൻ്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ എല്ലാവരെയും കൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ ന്യായവിധിക്ക് അന്യരായും അതീതരായും ആരുമില്ല. തനിക്കല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാത്തതായി കൊത്തപ്പെട്ട ഒരു പേര് അവനുണ്ട് എന്ന് 19 അധ്യായത്തിൻ്റെ മുൻ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. 16 വാക്യത്തിൽ രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. അവൻ്റെ പേര് നമ്മുടെ കൊടികളിൽ പതിക്കേണ്ടതില്ല. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ന്യായവിധിയെ വിലയിരുത്തലിനെ നേരിടേണ്ടതാണ് എന്ന് അറിയും തോറും ഈ ചരിത്രപരമായ പോരാട്ടങ്ങൾ കൂടുതൽ വിമോചനാത്മകവും പ്രത്യാശാപൂർണവും ആയിത്തീരുകയാണ്. എല്ലാ അനീതിക്കുമെതിരെ സംസാരിക്കുകയും അതിനുവേണ്ടി നിഹതരാകുകയും ചെയ്യുന്ന പീഡാവിധേയരുടെയും രക്തസാക്ഷികളുടെയും പ്രവാചകന്മാരുടെയും പ്രത്യേക ചുമതല യേശു ക്രിസ്തുവിൻ്റെ മാതൃക പിൻപറ്റി വിട്ടുവീഴ്ച കൂടാതെയും സ്വയം നീതീകരണമില്ലാതെയും സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. ശക്തിഹീനരായ അല്ലെങ്കിൽ ബലഹീനരായ സാക്ഷികൾ പറയുകയും ജീവിക്കുകയും ചെയ്യുന്ന സത്യത്തിൻ്റെയും നീതിയുടെയും വചനത്തിനും ചരിത്രത്തിൽ ഉരുത്തിരിയുന്ന വലിയ സംഘടനകൾക്കും ഒളിഞ്ഞു കിടക്കുന്ന ഒരു പാരസ്പര്യത ഉണ്ട്. നമ്മളിന്ന് വായിച്ച വേദഭാഗം മധ്യാകാശത്തിൽ പറക്കുന്ന പക്ഷികളെ ദൈവത്തിൻ്റെ വലിയ വിരുന്നിനായി ഒന്നിച്ചുകൂടാൻ വിളിച്ചിരിക്കുകയാണ്. ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാൻ പ്രഖ്യാപിക്കുന്ന 7ാമത്തെ കാഹളം ഊതുന്നതിന് മുൻപ് 8 അധ്യായത്തിൻ്റെ 13 വാക്യത്തിലും 11 14 പറയുന്നതും കഴുകൻ പ്രഖ്യാപിക്കുന്നതുമായ അവസാനത്തെ കഷ്ടം ആയിരിക്കും ഒരു പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ച ഭാഗം. പ്രവാചക പാരമ്പര്യത്തിൽ നശീകരണ ശക്തികളെ വിഴുങ്ങിക്കളയുന്ന പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ദർശനം നമ്മൾ കാണുന്നുണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 12 അധ്യായത്തിൽ, അതുപോലെ യെശയ്യാവ് 56:9 അങ്ങനെയുള്ള ചിത്രീകരണമുണ്ട്. യെഹെസ്കേൽ 38-39 അധ്യായങ്ങളിൽ
സൃഷ്ടിയെ നശിപ്പിക്കുന്നവർക്കെതിരെയുള്ള പ്രതികാരത്തെ ഒരു യാഗഭോജനമായി ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷികളും മൃഗങ്ങളും ശക്തന്മാരുടെ മാംസം തിന്നുകയും ഭൂമിയിലെ പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കുകയും ചെയ്യും. ജനതകളെയും പ്രകൃതിയെയും പിടിച്ചടക്കുന്നതിനെ തുടർന്ന് ഉണ്ടാകുന്ന യാഗ കൊലകൾക്കും കൂട്ടക്കൊലകൾക്കും ഇരകളായവർ അവരെ നശിപ്പിച്ചവരെ യാഗമുട്ടാടുകളായും കുഞ്ഞാടുകളായും ഭക്ഷിക്കും. എൻ്റെ മേശകൾ കുതിരകളെ കൊണ്ടും കുതിരക്കാരെ കൊണ്ടും നിറയ്ക്കും എന്ന് ദൈവം പറയുന്നു. മനുഷ്യ ഭരണാധികാരികൾ അവർക്ക് നൽകപ്പെട്ട ആധിപത്യം നശീകരണത്തിനും ചൂഷണത്തിനും ക്രൂരമായ വാഴ്ചയ്ക്കും വേണ്ടി ദുരുപയോഗം ചെയ്തു. പ്രകൃതി ചൂഷണം കൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു പോകാനാവില്ലെന്ന് പരിസ്ഥിതി പുതിയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭൂമിയെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കുമെന്ന വേദപുസ്തകത്തിന് ചെവി കൊടുക്കുന്നവർ അറിയേണ്ടതാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഭൂമിയെ നശിപ്പിക്കുന്നവൻ ആരാണ്? കുതിരപ്പുറത്തിരിക്കുന്നവനും അവൻ്റെ സൈന്യത്തിനുമെതിരെ യുദ്ധം ചെയ്യുന്ന മൃഗത്തിലും ഭൂമിയിലെ രാജാക്കന്മാരിലും അവരുടെ സൈന്യങ്ങളിലും കള്ളപ്രവാചകന്മാരിലും 19 വാക്യം മുതൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. എന്നാൽ 18 വാക്യം യെഹെസ്കേൽ 39:18 19 ഒക്കെ പറയുന്നത് പോലെ രാജാക്കന്മാരെയും ശക്തന്മാരെയും കുതിരകളെയും അതിൻ്റെ മേലിരിക്കുന്നവരെയും മാത്രമല്ല ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷികൾ അവരുടെ മാത്രമല്ല, സ്വതന്ത്രരും അടിമകളും വലിയവരും ചെറിയവരുമായ എല്ലാവരുടെയും മാംസം തിന്നും. ഇത് നിന്റെ നാമത്തെ ഭയപ്പെടുന്ന വലിയവനും ചെറിയവനുമായ ഏവരും പ്രതിഫലം കൊടുക്കുമെന്നും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുമെന്നും പറയുന്ന ഭാഗത്തിന് ഒരു പക്ഷെങ്കിൽ വിരുദ്ധമാകാം. വ്യക്തമായും ഇത് നേരത്തെ പറഞ്ഞ മൃഗത്തിൻ്റെ മുദ്രയുള്ള ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരെയുമാണ് കാണിക്കുന്നത്. മൃഗീയ അധികാരത്തിൻ്റെ കീഴിൽ ജീവിച്ചിരുന്നവരും രക്തസാക്ഷികളാവാൻ തൻ്റെടമില്ലാതെ പോയവരും അങ്ങനെയുള്ള എല്ലാവരെയും ദൈവം നശിപ്പിച്ചു കളയും എന്നൊന്നും ഇതിനർത്ഥമില്ല. 20 വാക്യം പറയുന്നതനുസരിച്ച് അങ്ങനെയല്ല അതിൻ്റെ വ്യാഖ്യാനം. മൃഗവും മൃഗത്തിൻ്റെ മുദ്രയേറ്റ് അതിൻ്റെ പ്രതിമയെ വന്ദിച്ചവരെ ചതിച്ച കള്ളപ്രവാചകനും പിടിക്കപ്പെടുന്നു. മൃഗവും അതിൻ്റെ കള്ളപ്രവാചകനും മാത്രമേ ജീവനോടെ ഗന്ധകം കത്തുന്ന തീപ്പൊകയിൽ എറിയപ്പെടുന്നുള്ളൂ. മറ്റുള്ളവർ ദൈവവചനത്തിൻ്റെ വാളിനാൽ വധിക്കപ്പെടുകയാണ്. അവർ ന്യായം വിധിക്കപ്പെടുന്ന ഭൂമിയെ നശിപ്പിക്കുന്നവരിൽ കൂടുതൽ ആശ്രയിക്കുന്നു. മൃഗത്തോട് എതിർത്ത് നിൽക്കാതിരിക്കുകയും ചെയ്തതിനാൽ തങ്ങൾ മരണയോഗ്യരാണ് എന്ന് അവർ സമ്മതിക്കണം. പക്ഷികളോട് ഭക്ഷിക്കാൻ ആവശ്യപ്പെടുന്ന മാംസം അല്ലെങ്കിൽ ജഡം എന്ന വാക്ക് കേൾക്കുമ്പോൾ കഴുകന്മാരുടെ വൃത്തിയാക്കൽ പ്രവൃത്തി പോലെ പുതിയ നിയമത്തിലെ ഇതര ഭാഗങ്ങളിലെ അർത്ഥം തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു ധാരണ ശരിയാണെന്നും നമുക്ക് പിന്നീട് അറിയാം. ഭൗമ ശരീരങ്ങളല്ല ന്യായവിധിക്ക് വിധേയമാകുന്നത്, പകരം ജഡമാണ്. ഗലാത്യർ 5:19 മുതലുള്ള ഭാഗത്ത് ജഡത്തിൻ്റെ പ്രവൃത്തികളെ കുറിക്കുന്ന പട്ടിക യോഹന്നാൻ ഇവിടെ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. പരസംഗം, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം മുതലായവയെല്ലാം ഇതിന് ഈ വലിയ ശിക്ഷയ്ക്ക് വിധേയപ്പെടുന്നു. അവയ്ക്കൊന്നിനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല.
ഭൂമി അവ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തിനും കുഞ്ഞാടിൻ്റെ കല്യാണത്തിനും മുൻപായി ഇവയെല്ലാം വിശുദ്ധീകരിക്കപ്പെടണം. അപ്പോൾ സമൂലമായ ഒരു വിശുദ്ധീകരണത്തിന്, ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് സ്വർഗം മുൻകൈ എടുക്കുകയാണ്. തീർച്ചയായും എല്ലാ അന്യായങ്ങൾക്കും പരിസമാപ്തിയുണ്ട്, എല്ലാ അനീതികൾക്കും പരിസമാപ്തിയുണ്ട്. എല്ലാ കാലത്തും അനീതിയും അക്രമവും സ്വജനപക്ഷപാതവും ദൈവിക നിലപാടുകളോട് എതിർത്തുമൊന്നും നിൽക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ദൈവിക പക്ഷത്ത് നിന്ന് കർത്താവിൻ്റെ സാക്ഷികളായി ഈ ഭൂമിയിൽ വിശുദ്ധരുടെ ഗണത്തിൽ എണ്ണപ്പെടാൻ നമുക്കും സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ആയുസ്സിൽ കർത്താവ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവത്തോടെ വിധേയമുള്ളവരായി, സ്വർഗരാജ്യത്തിൻ്റെ നീതിയോട് വിധേയപ്പെട്ടവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വായിച്ചതുപോലെ മൃഗീയമായ ചില ശക്തികൾക്ക് കീഴ്പ്പെട്ടു പോകാതിരിക്കാൻ ഞങ്ങളെല്ലാവരെയും സൂക്ഷിപ്പാനുള്ള ബലം നൽകണമേ. അന്ത്യന്യായവിധി നാളിൽ ലജ്ജിതരായി പോകാതിരിപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ അടിയങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും, യാത്രകളിലും, ജോലിവേലകളിലും, ഞങ്ങൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വ നിർവഹണങ്ങളിലും അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. ആലോചന നൽകണമേ. വ്യത്യസ്തമായ ആവശ്യഭാരങ്ങളോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനാകിയാൽ സ്തോത്രം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരുണയിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ സഹായിക്കണമേ. യേശു മശീഹയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മശീഹായുടെ കരുണയും കൃപയും ആലോചനയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.